ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. ഇന്നലെ കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തുനായെ പുലി ആക്രമിച്ചു. വനംവകുപ്പ് മേഖലയിൽ പരിശോധന നടത്തി. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പുലി എവിടെയുണ്ട് എന്നതിൽ വനംവകുപ്പിനൊരു വ്യക്തതയുണ്ടോ? എന്തൊക്കെയാണ് വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ഈ ചാലക്കുടി നഗരത്തിൽ തന്നെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ വ്യാപക തെരച്ചിലാണ് ഈ വനംവകുപ്പ് നടത്തിയിരുന്നത്. കഴിഞ്ഞ 24-ാം തീയതി ചാലക്കുടി ടൗണിലെത്തിയ CCTV ദൃശ്യങ്ങളായിരുന്നു അതിന് 2 ദിവസം ഇപ്പുറം പുറത്തു വന്നത്. ഇതോടുകൂടി ചാലക്കുടി നഗരത്തോട് ചേർന്ന മേഖലയിൽ കൂടടക്കം സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പുലിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ചാലക്കുടി നഗരത്തിലെ SH കോളേജ് ഗ്രൗണ്ടിന് സമീപത്ത് പുലിയെ കണ്ടു എന്നൊരു പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ വനംവകുപ്പ് തിരച്ചിലൊക്കെ നടത്തി പോയതാണ്. പക്ഷേ രാത്രിയോടുകൂടിയാണ് ഈ കാടുകുറ്റി എന്ന് പറയുന്ന മേഖലയിൽ കാടുകുറ്റി പഞ്ചായത്തിൽ 3-ാം വാർഡിൽ ഈ പുലിയെ കണ്ടെത്തുന്ന അതായത് വലിയ ശബ്ദം കേട്ട് ഈ വീട്ടുകാർ, ജനാർദ്ദനന്റെ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന നായയെ പുലി കടിച്ചു പിടിച്ച നിലയിൽ കാണുന്നത്. ടോർച്ച് അടിച്ചതോടുകൂടി ഈ നായയെ അവിടെ ഉപേക്ഷിച്ച ശേഷം പുലി ഓടി മറയുകയായിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള തിരച്ചിൽ അത് വനംവകുപ്പ് നടത്തി. ഇത് ചാലക്കുടി പുഴയോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ പുഴയിലടക്കം ഇന്നലെ രാത്രി വൈകിയെല്ലാം തന്നെ ഈ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടി നഗരത്തോട് ചേർന്ന മേഖലയാണ് ഇന്നലെയും പുലിയെ കണ്ട ഇടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നു. പുലി ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുന്നത് വലിയ ആശങ്കകൾക്കിടയാക്കുന്നു. 3 സ്ഥലങ്ങളിലാണ് പുലിയെ പിടികൂടുന്നതിന് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. പുലി കൂട്ടിലായാൽ മാത്രമേ ആശ്വാസമുണ്ടാകൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം നൽകിക്കൊണ്ട് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ബന്ധപ്പെടാനുള്ള മുന്നൊരുക്കങ്ങളടക്കം വനംവകുപ്പ് നടത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലിലേക്ക് കൂടി വനംവകുപ്പ് കടന്നിരിക്കുകയാണ്. ഉന്മേഷ്, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.